ഓണത്തിന് വാങ്ങിയ പപ്പടം ബാക്കി വന്നാൽ പിന്നെ പപ്പടത്തോരൻ ഉണ്ടാക്കാമല്ലോ. ഞാനിവിടെ 4 പപ്പടമാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ കത്രികയും കൊണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പപ്പടം എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ പപ്പടത്തോരൻ ഉണ്ടാക്കാൻ എളുപ്പമാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റിയുമാണ്. ചോറിനധികം കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ പപ്പടത്തോരനും ഒരു ഇച്ചിരി തൈര് ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറുണ്ണാൻ പറ്റും. ഞാൻ 2 ബാച്ചസ് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. പപ്പടം എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി ബാക്കി എണ്ണയിലേക്ക് നമുക്ക് ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് തന്നെ വളരെ അല്പം ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ചെറുള്ളി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് ഇതിലെ മറ്റൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയ വറ്റൽമുളക് ചതച്ചതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പപ്പടത്തോരൻ റെഡിയാണ്. ഞാനൊരു 1.5 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പപ്പടത്തോരൻ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.